കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സിവിൽ സർവീസ് എഴുതണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വായിക്കാൻ, ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മണിക്കൂറുകളോളം അതിന് മുമ്പിലിരിക്കും, എന്നാലും നടക്കുന്നില്ല. പക്ഷെ ഞാനത് നിർത്തിയില്ല, ഞാനത് കണ്ടിന്യൂ ചെയ്തു. എനിക്കൊരു മാനേജറൽ സ്കിൽസ് ഉണ്ടെന്ന് ഞാൻ കോളേജിൽ പല അവസരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു അറ്റംപ്റ്റ് കൊടുക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം, അതിന് ശേഷം ബാക്കി തീരുമാനിക്കാം ഇത് കണ്ടിന്യൂ അറ്റംപ്റ്റുകൾ കൊടുക്കണോ. കരിയർ സ്കോപ്പ് ഒരു ക്യാബിനകത്താണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. ഒരു ബ്രേക്ക് വന്നു കുറച്ചാണ്. അത് കഴിഞ്ഞാണ് ഈ UPSCയുടെ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് പ്രിപ്പറേഷൻ. അപ്പോൾ അതൊരു വാമപ്പ് പോലെ ആയിരുന്നു എനിക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. Hello, welcome to Amrita IAS. Welcome to the special edition where we meet extraordinary individuals who turn their aspirations into achievements. Today we have with us Mr. Akshay Raj, who has secured rank 641 in civil service examination in his first attempt. So welcome Mr. Akshay, welcome to Amrita IAS. So ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ടോപ്പർ, ദെൻ ഒരു കോളേജ് വളരെ നല്ലൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ നല്ലൊരു ഫസ്റ്റ് ക്ലാസ്സിൽ MBBS പാസ്സായി, ദെൻ കുറച്ചു കാലം വർക്ക് ചെയ്ത് 27 years ഓഫ് ഏജിലാണ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. സോ ഇത്രയും ലേറ്റായിട്ടൊരു പ്രിപ്പറേഷൻ ജനറലി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു റീസൺ എന്തെങ്കിലും ഉണ്ടോ അക്ഷയ്? ആക്ച്വലി ഞാൻ MBBS കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സിവിൽ സർവീസ് എഴുതണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ MBBS അല്ലെങ്കിൽ പഠിച്ച കുട്ടികളെ പോലെ PG എൻട്രൻസിന് പോകണം, PG ജോയിൻ ചെയ്യണം, ഒരു പ്രാക്ടീഷണർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ ജസ്റ്റ് പാസ് ഔട്ടായി കഴിഞ്ഞൊരു കുറച്ച് നാൾ ജോലി ചെയ്തു, നാഷണൽ ഹെൽത്ത് മിഷനിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചത്, ഞാൻ ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു കരിയർ സ്കോപ്പ് ഒരു ക്യാബിനകത്താണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒന്നില്ലെങ്കിൽ എനിക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസിലോ മറ്റോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലോ ഡോക്ടറായിട്ട് മാറാം, വേണമെങ്കിൽ താല്പര്യമുണ്ട്. എനിക്കൊരു മാനേജറൽ സ്കിൽസ് ഉണ്ടെന്ന് ഞാൻ കോളേജിൽ പല അവസരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലും ഞാൻ മോശമല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സ്കില്ലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഏതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ സിവിൽ സർവീസിനെ പറ്റി അറിഞ്ഞു, അല്ലെങ്കിൽ ഡോക്ടേഴ്സായ സിവിൽ സർവീസ് ഇപ്പോൾ കോളേജിൽ നിന്ന് തന്നെ സീനിയേഴ്സ് പലരും ഉണ്ട്, അല്ലെങ്കിൽ അതിന് പുറത്തുണ്ട്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സ്കില്ലുകൾ കുറച്ചും കൂടി ആളുകൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം എന്ന് തോന്നി. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ആ ഒരു റിവലേഷൻ വന്നത്. അപ്പോൾ ഞാൻ ഒട്ടും അതിന് താമസിച്ചില്ല, ഉടൻ തന്നെ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേറ്ററി സ്റ്റേജിലേക്ക് കടന്നു. ഒരു അറ്റംപ്റ്റ് കൊടുക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം, അതിന് ശേഷം ബാക്കി തീരുമാനിക്കാം ഇത് കണ്ടിന്യൂ അറ്റംപ്റ്റുകൾ കൊടുക്കണോ, മീൻസ് ക്വാളിഫൈ ചെയ്യോ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി തിരിച്ചു വരണോ തീരുമാനിക്കാമെന്ന് തോന്നിയത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ തന്നെ അക്ഷയ് ഒരു ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റിലേക്കൊക്കെ വന്നിരുന്നു അല്ലേ? അതായത് ഒരു ഫുൾ ടൈം പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു ന്യൂസ് പേപ്പർ റീഡിങ്ങിലേക്കൊക്കെ ഏർലി സ്റ്റാർട്ടിങ് എടുത്തിരുന്നു. സോ അത് എത്രമാത്രം ബെനിഫിഷ്യൽ ആയിരുന്നു അക്ഷയുടെ ജേണിയിൽ? കാരണം എനിക്ക് ഒരു പ്രിപ്പറേഷന് മുമ്പ് തന്നെ ഒരു പ്രിപ്പറേറ്ററി അല്ലെങ്കിൽ ഒരു പ്ലാനിങ് സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ എന്തെനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഒരു ഫൈനൽ ഡിസിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു കോച്ചിങ് ജോയിൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഒരുപാട് സമയമുണ്ട്, അവിടെ ഒരു 9 to 2 PM OP ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുമ്പുള്ള സമയമൊക്കെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നോക്കിയപ്പോൾ എന്തായാലും നമ്മൾ പത്രം വായിക്കണം. പത്രം ഞാൻ വളരെ ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, കോളേജിലും മലയാളം പത്രം ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഹിന്ദു ന്യൂസ് പേപ്പർ എല്ലാവരും വായിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ആസ്പിറൻസ് എല്ലാവരും വായിക്കുന്നത് ഹിന്ദു ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ യൂട്യൂബ് റിസർച്ചൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ പതുക്കെ ഹിന്ദു ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് വായിക്കാൻ, ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മണിക്കൂറുകളോളം അതിന് മുമ്പിലിരിക്കും, എന്നാലും നടക്കുന്നില്ല. പക്ഷെ ഞാനത് നിർത്തിയില്ല, ഞാനത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് ആക്ച്വലി എന്നെ പ്രിപ്പറേഷനിൽ വന്നപ്പോഴും ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് ഞാനത് ചെന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി. കാരണം ഞാൻ ഓൾറെഡി ചെയ്തു പോയിരുന്ന റൊട്ടീനാണ്, ഞാൻ പുതുതായിട്ടൊരു റൊട്ടീൻ ഉണ്ടാക്കേണ്ട. അപ്പോൾ അത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ ന്യൂസ് പേപ്പർ റീഡിങ് ഡെയിലി വായിച്ചിരുന്നത് എനിക്ക് എല്ലാ സ്റ്റേജിലും, പ്രിലിംസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും ഇൻ്റർവ്യൂവിലാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്ക് വരാമെന്ന് തീരുമാനിച്ചപ്പം അക്ഷയ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് കമ്പൈൻഡ് മെഡിക്കൽ സർവീസസ് എക്സാമിനേഷനാണ്. സോ 2 അറ്റംപ്റ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്, അത് അത്രയും സക്സസ്ഫുൾ ആയിരുന്നില്ല. ദെൻ അവിടെയുള്ള ലേണിങ്സ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഫോം ചെയ്ത ചില ഒരു സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു റുട്ടീൻസ് ഉണ്ടാവുമല്ലോ, സോ അത് നമ്മുടെ സിവിൽ സർവീസിലേക്ക് വന്നപ്പോഴത്തേക്കും എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്?
ഞാൻ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് UPSC തന്നെ നടത്തുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതും ബേസിക്കലി സെൻട്രൽ ഹെൽത്ത് സർവീസ്, റെയിൽവേസ് അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്കുള്ള ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ പ്രിപ്പയർ ചെയ്തത് ആക്ച്വലി എൻ്റെ ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു താലൂക്ക് ഹോസ്പിറ്റലിലാണ്. എനിക്ക് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടീസ് വരും, ഹെക്ടിക് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതിനത്ര ഒരു പ്രിപ്പറേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു PYQ വെച്ചിട്ടൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചൊക്കെ ഫോളോ ചെയ്തു. പക്ഷേ അത് ബേസിക്കലി കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻ്റ് ഇൻട്രാക്ഷൻസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് അത് വേണ്ട, ഞാൻ സിവിൽ സർവീസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഒരു ഇനീഷ്യൽ, കാരണം നമ്മൾ കുറച്ച് നാൾ കോളേജ് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു, പിന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് വന്നു കുറച്ച് നാൾ. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ UPSCയുടെ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് പ്രിപ്പറേഷൻ. അപ്പോൾ അതൊരു വാമപ്പ് പോലെ ആയിരുന്നു എനിക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. അപ്പോൾ അത് ആ ഒരു സ്ട്രാറ്റജിയും ആ ഒരു റൊട്ടീൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നീട് വന്ന് പ്രിലിംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വി ഹാഡ് എ ഫൗണ്ടേഷൻ ഫേസ് അല്ലേ? ദെൻ അതിനുശേഷമാണ് നമ്മുടെ ഒരു പ്രോപ്പർ പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. സോ മെയ് മുതൽ ആ ഒരു മെയ് വരെയുള്ള ആ ഒരു 1 ഇയറിലാണ് അക്ഷയ് പ്രോപ്പറായിട്ടും പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ഒരു പ്രിപ്പറേഷൻ വളരെ എഫക്റ്റീവ് ആയിരുന്നു. സോ ആ ഒരു പ്രിപ്പറേഷനിൽ അക്ഷയ് ഫോളോ ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാൻസ് ഒന്ന് പുതുതായിട്ട് ഒരു അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, സ്കെപ്റ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിട്ട് അക്ഷയ്ക്ക് പറയാനുള്ളത് എന്താണ്? സാർ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തപ്പോൾ കൂടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്ക് പോലും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഞാനിതൊരു അറ്റംപ്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ അടുത്ത വരുന്ന അറ്റംപ്റ്റുകളിൽ ഇത് ക്വാളിഫൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റായിട്ട് വിചാരിച്ചിരുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു അതായിരിക്കും എനിക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു മോട്ടോ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് ഡേ തൊട്ട് ടുവേഴ്സ് ആ പ്രിലിംസ് ഡേ വരെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള, പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാൻസ് ആംസ്ട്രോങ് പറഞ്ഞൊരു വാക്കെന്ന് വെച്ചാൽ നെവർ ഫോർഗെറ്റ് യുവർ ബിഗിനേഴ്സ് സ്പിരിറ്റ്. അപ്പോൾ ആ ബിഗിനറുടെ സ്പിരിറ്റ് നമ്മൾ ഫസ്റ്റ് ഡേ മാത്രം പോരാ, എന്നാണോ ഈ ജേണി അവസാനിക്കുന്നത് ആ ഡേ വരെ വേണം. അല്ലെങ്കിൽ അത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൺസിസ്റ്റൻസി എന്ന കാര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പുതുതായിട്ട് എഴുതുന്നവരല്ലേ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് റിസോഴ്സിന് പിന്നാലെ പോയിട്ടില്ല. മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന റിസോഴ്സ് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഹാൻഡ് ഔട്ട്സ്, ഞാൻ ക്ലാസ് നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുത്തിരുന്ന ആളാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ബേസിക് മെറ്റീരിയൽസ്. അല്ലെങ്കിൽ അത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. പിന്നെ ഞാൻ ഫോളോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് ഫോളോ ചെയ്ത് എൻ്റെ ഒരു വർഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടൻറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു 3 അറ്റംപ്റ്റ് കൊടുത്ത ഒരാളുടെ കണ്ടൻറ്റുമായിട്ട് മാച്ച് ആവാനായിട്ട് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അത്ര നമ്മൾ ഫോട്ടോഗ്രാഫിക് മെമ്മറിയോ അത്ര ബ്രില്യൻറ്റോ അത്ര ബ്രൈറ്റോ ഉള്ള ആളുകളായിരിക്കണം എനിക്ക് തോന്നുന്നു. അത് സബ്ജക്റ്റീവാണ്, പക്ഷേ എന്നാലും ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേ ഞാൻ ചിന്തിച്ചത്, അപ്പോൾ എൻ്റെ കയ്യിലുള്ള കണ്ടൻറ്റ് വെച്ച് എങ്ങനെ മാക്സിമം വിസിബിലിറ്റി ഉള്ള, മാക്സിമം എക്സാമിനർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ കൊടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്തെങ്കിലും ഇന്നോവേഷൻസ് മാക്സിമം ശ്രമിച്ചിരുന്നു. എന്തെങ്കിലും ഫ്ലോ ചാർട്ട്, ഡയഗ്രാംസ്, പൈ ചാർട്ട്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു നോർമലി എഴുതി പിടിപ്പിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനത് പലതവണ പരീക്ഷിച്ച് നോക്കി. ഇവിടെ മെൻറ്റർഷിപ്പ് സെഷനിലാണെങ്കിലും ഞാൻ അധ്യാപകരെ കാണിക്കുമ്പോഴും ഓക്കെ നീ ഇത് ഇങ്ങനെ ഡാറ്റ ആയിട്ട് പാരഗ്രാഫ് വൈസ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിൽ നല്ലത് നീ ഒരു പിക്ചറായിട്ട് കാണിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആയിട്ട് കാണിക്കും. അപ്പോൾ ആ ചെറിയ കണ്ടന്റിന് ഉള്ള ലിമിറ്റഡ് കണ്ടന്റിന് വിസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്മാർട്ട് സ്ട്രാറ്റജീസ് വർക്കൗട്ട് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു GS എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടിയത്. പിന്നെ റിപ്പീറ്റഡ് റിവിഷൻസ് എല്ലാവരും, അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഉള്ളതാണ് റിപ്പീറ്റഡ് റിവിഷൻസ്. മൾട്ടിപ്പിൾ കണ്ടന്റിന് പകരം സെയിം കണ്ടന്റ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി. സോ ബേസിക്കലി ട്രസ്റ്റിംഗ് ദ പ്രോസസ്, അതാണ് അതിലുള്ള ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? യെസ്. സോ നെക്സ്റ്റ് വരുന്നത് ഓപ്ഷണൽസിനെ പറ്റിയാണ്. സോ യു ആർ ഫ്രം എ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അധികം ആൾക്കാർക്കും മെഡിക്കൽ ഓപ്ഷണൽ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. ബട്ട് ആന്ത്രപ്പോളജിയാണ് അക്ഷയ് ചൂസ് ചെയ്തത്. സോ എന്തായിരുന്നു അതിൻ്റെ റീസൺ ആൻഡ് ഹൗ റിവാർഡിങ് ഇറ്റ് വാസ്? ഞാനും ഇതുപോലെ പ്രിപ്പറേഷനിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇതേ ഡൗട്ട് ഉണ്ടായിരുന്നു, ഏത് സബ്ജക്റ്റ് ഓപ്ഷണലായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ടെൻറ്റേറ്റീവായിട്ട് വെച്ചിരുന്ന 3 സബ്ജക്റ്റിൽ ഒന്ന് ഒബ്വിയസ്ലി മെഡിക്കൽ സയൻസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. രണ്ടാമത് മലയാളമാണ്, മൂന്നാമതായിരുന്നു ആന്ത്രപ്പോളജി. അപ്പോൾ ഈ 3 സബ്ജക്ട്സുമാണ് എനിക്ക് ഈ ഉള്ള ലിസ്റ്റുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ട് ഈ മെഡിക്കൽ സയൻസ് ഞാൻ ഓരോ സബ്ജക്റ്റും പരീക്ഷ എഴുതിയവരെ, അത് പാസ്സായവരെയും പാസ്സാവാത്തവരെയും കണ്ടു. മെഡിക്കൽ സയൻസ് എടുത്തപ്പോഴും എൻ്റെ സീനിയേഴ്സായ പലരും ക്വാളിഫൈ ചെയ്തവരുണ്ട്, ക്വാളിഫൈ ചെയ്യാത്തവരുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചു. അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് കാര്യം,
നമ്മൾ ചിലപ്പോൾ കോളേജിൽ ബ്രൈറ്റ് ആയിരിക്കാം, നമ്മൾ ബ്രില്യൻ്റ് ആയിരിക്കാം. ഞാനും ഒരു എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കോളേജിൽ. പേപ്പേഴ്സിനെല്ലാം ഞാൻ സപ്ലൈ ഒന്നും ഇല്ലാതെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇതൊരു 4.5 വർഷത്തെ ലോങ് പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റ് ഞാൻ UPSC സിലബസ് എടുത്തപ്പോൾ ഇതിനകത്ത് ഒന്നും ഒമിറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഷോർട്ട് ടേമിൽ പറ്റുന്നൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആൻഡ് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള കാര്യം, കുറച്ചുകൂടി ഷോർട്ടായിട്ടുള്ള സിലബസ്. പക്ഷേ ഇത് മൊത്തത്തിൽ മെഡിക്കൽ സയൻസുമായിട്ട് വ്യത്യസ്തമല്ല, പക്ഷേ കുറച്ച് ഏരിയാസ് കൺവേർജിങ് ആയിട്ടുള്ള ഒരു സിലബസ് നോക്കി. അപ്പോൾ നമുക്ക് ആന്ത്രപ്പോളജിയിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫിസിക്കൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ജെനറ്റിക്സ്, ഡിസീസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൺവേർജിങ് ആയി തോന്നി. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ, ഇതെനിക്ക് ഡൂവബിൾ ആണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ കുറച്ച് എന്താ പറയുക, ഹ്യൂമാനിറ്റീസ് പരമായ കുറച്ച് കാര്യങ്ങൾ, തിയറീസൊക്കെ ഉണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും കോച്ചിങ് എടുത്ത് ഞാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ അതായിരുന്നു പ്രധാനപ്പെട്ട എൻ്റെ ഒരു സ്ട്രാറ്റജി. നമുക്ക് സെൽഫ് ഡൗട്ട് എന്നുള്ളൊരു കാര്യം ജനറലി നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ തോന്നാറുണ്ട്. ബിക്കോസ് നേരത്തെ അക്ഷയ് തന്നെ പറഞ്ഞു, ഓക്കെ, കണ്ടൻറ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ ഹു ഹാവ് ഓൾറെഡി ഗിവൺ ഫ്യൂ അറ്റംപ്റ്റ്സ്, ഇൻ്റർവ്യൂസ് അങ്ങനെ കൊടുത്ത ആൾക്കാരുണ്ട്. ആൻഡ് അവരുടെ അടുത്താണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊക്കെ ഗിവ് അപ്പ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ചില സ്റ്റേജിലെങ്കിലും തോന്നാം, ഓക്കെ, ചില ഡേയിലെങ്കിലും അറ്റ്ലീസ്റ്റ് തോന്നാം. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനെ എങ്ങനെയാണ് അക്ഷയ് ടാക്കിൾ ചെയ്തത്? ഉറപ്പായിട്ടും ഏതൊരു വ്യക്തിക്കും ഇതുപോലെ നമ്മളൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ ഇത്രയും നാൾ കടന്നു പോകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അത് ഒബ്വിയസ്ലി എനിക്കും ഉണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ. പക്ഷെ നമ്മൾ എന്താണ് ഈ പരീക്ഷയിൽ ആഗ്രഹിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലബാസനയിൽ വെച്ചല്ല. നമ്മൾ ഈ പ്രോസസ്സിൽ തന്നെ നമ്മൾ ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ട കാര്യങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്യൂറോക്രാറ്റ് ആയാലും നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും നമുക്ക് ഈ സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് അതിജീവിക്കുന്നവർക്കേ ഈ പ്രോസസ്സിൽ തുറന്നു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പരീക്ഷ വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു വിഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബ്യൂറോക്രാറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബ്യൂറോക്രാറ്റ് ആവണമെങ്കിൽ എനിക്ക് ഈ സെൽഫ് ഡൗട്ട് എന്നുള്ള കാര്യം അത് ഓവർകം ചെയ്തേ പറ്റൂ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ എയിമാണ്. അപ്പോൾ ഞാൻ ഈ സെൽഫ് ഡൗട്ട് വെച്ച് ഞാൻ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്ര വൈകി എടുത്തൊരു തീരുമാനം, അപ്പോൾ വീണ്ടും ഞാനത് റിഗ്രറ്റ് ചെയ്യരുത്. മാക്സിമം ആ ഒരു എയിമിനെ ഫോക്കസ് ചെയ്തു ഞാൻ. ഈ ചെറിയ കാര്യങ്ങളിൽ ഞാൻ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ പെർഫോം ചെയ്യാൻ 1-2 ടെസ്റ്റുകൾ പറ്റിയില്ല എന്ന് വിചാരിച്ച് തട്ടിപ്പോയി ഞാൻ. പക്ഷേ അങ്ങനെ ചെയ്തില്ല. വീണ്ടും ഇന്ന് ശരിയായില്ലെങ്കിൽ അടുത്ത ടെസ്റ്റിന് ശരിയാവും, അല്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ഞാൻ കുറച്ച് നന്നാക്കും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് കാര്യം നാളെ ശരിയാവും, അല്ലെങ്കിൽ എൻ്റെ എയിം കറക്റ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഒരു പക്ഷേ ഈ സെൽഫ് ഡൗട്ട് ഒഴിവാക്കാൻ എന്നെ സഹായിച്ചത്. സോ ഓപ്റ്റിമിസം ആൻഡ് ഓൾസോ ആ ഒരു വൈ വി സ്റ്റാർട്ടഡ് എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അക്ഷയ്ക്ക് വർക്ക് ചെയ്തത്, അല്ലേ? യെസ്. സോ സപ്പോസ് ഇപ്പം ഒരു MBBS പാസ് ഔട്ടായി നിൽക്കുന്ന അക്ഷയോട് ഇപ്പോഴത്തെ അക്ഷയ്ക്കൊരു അഡ്വൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് ഇറ്റ് കുഡ് ബി? എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഒരു ജേർണി കുറച്ചും കൂടി സിംപ്ലർ ആക്കായിരുന്നോ, അല്ലെങ്കിൽ നേരത്തെ ആക്കായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അക്ഷയ്ക്ക് പറയാനുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യു എൻജോയ് ദ ജേർണി. ഞാൻ ഈ ജേർണി എൻജോയ് ചെയ്തത്. കാരണം ഞാൻ ഒരുപക്ഷെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് MBBS കഴിഞ്ഞ് ജോലിക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ ഒരു നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒരു റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്തു. അപ്പോൾ നേരത്തെ കൊടുത്തുവിടായിരുന്നോ? ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴും പലരും ചോദിച്ചു, വേണമെങ്കിൽ 23 അറ്റംപ്റ്റ് എനിക്ക് കൊടുക്കാമായിരുന്നു. അത് കൊടുത്തില്ല. പക്ഷെ അതിലെനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം അവിടെ നിന്നാണ് ആക്ച്വലി എനിക്ക് ഒരു സാധ്യതകളെപ്പറ്റി മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ സിവിൽ സർവീസിനെ പറ്റി മനസ്സിലാക്കിയത്. കുറച്ചുകൂടി ആളുകളെ അടുത്തറിയിക്കാൻ എനിക്ക് ശരിക്കും എൻ്റെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, ലിസണിങ് ഒക്കെ ഇമ്പ്രൂവ് ആയത് സാധാരണ ജനങ്ങളോട് സംസാരിച്ച്, അല്ലെങ്കിൽ അവരോട് ഈവൻ മെഡിക്കൽ കോളേജിൽ അത്രയും നാൾ പഠിച്ചു അവസൻസ് ചെയ്തെങ്കിലും ഞാൻ ഇൻഡിപെൻഡൻ്റ്ലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് ആളുകളോട് സംസാരിക്കുന്നതൊക്കെ ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു കാര്യം എന്നെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ ആയിക്കൂടെ എന്നുള്ളതിന് എനിക്കിതില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ് ആ സമയത്ത് ചെയ്തതിലെല്ലാം. പ്രത്യേകിച്ചൊരു മാറ്റം വരുത്താനുണ്ടെന്ന് തോന്നുന്നില്ല. സോ അത്രയാണ് അക്ഷയ്ക്ക് ഒരു പുതിയ ആസ്പിരൻസിനടുത്ത് പറയാനുള്ളത്, അല്ലേ? യെസ്. സോ ഇതിൽ അക്ഷയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ജനറലി എല്ലാ ടോപ്പേഴ്സിൻ്റെയും സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ഓഫ് സെൽഫ് റിയലൈസേഷൻ, നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതും നമ്മളെ പറ്റിയുള്ള ആ ഒരു അവയർനെസ്സും ദെൻ ഡിറ്റർമിനേഷനും റെസിലിയൻസും, ഈ 3 കാര്യങ്ങളാണ് ജനറലി ഒരു ആസ്പിരൻറ്റിൻ്റെ ലൈഫ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലെത്താൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? സോ അക്ഷയ് ഓൾസോ ആ ഒരു സെയിം സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ആ ഒരു സെൽഫ് അവയർനെസ്, ദെൻ അതിനുശേഷമുള്ള ഡിറ്റർമിനേഷൻ, റെസിലിയൻസ്,
സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ എത്രയും നന്നായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരുന്നോ അത്രയും ഏർലി നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. സോ താങ്ക് യു അക്ഷയ്, താങ്ക് യു വൺസ് അഗെയിൻ ആൻഡ് ഓൾസോ കൺഗ്രാറ്റ്സ്. ഫെർദർ അറ്റംപ്റ്റ്സ് കൊടുക്കുന്നതിനെ പറ്റി? ഞാനപ്പോൾ കഴിഞ്ഞ തവണത്തെ ടെൻറ്റേറ്റീവ് പ്രകാരം എനിക്ക് റവന്യൂ സർവീസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എൻ്റെ ടോപ്പ് പ്രയോറിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാനപ്പോൾ അടുത്ത അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഞാൻ എൻ്റെ ഫൈനൽ എയിമിൽ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു. നമ്മളും ആ ഒരു സക്സസ് അക്ഷയ്ക്ക് വിഷ് ചെയ്യുന്നു. ടീം അമൃത ആ ഒരു വിചാരിക്കുന്ന സർവീസിലും വിചാരിക്കുന്ന കേഡറിലും അക്ഷയ് എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. സോ താങ്ക് യു അക്ഷയ്, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം.